നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി മറ്റൊരു സുന്ദരിയെ വിവാഹം ചെയ്യുകയാണ്. പാർത്ഥാദ്യൈഹി അപി അകൃതലവനം പാർത്ഥാദ്യൈരപ്യകൃതലവനം തോയമാത്ര അഭിലക്ഷ്യം തോയമാത്രാഭിലക്ഷ്യം ലക്ഷ്യം ഛിത്വാ ശഭരം അവൃഥ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധ ത്വം സുരപതിഗിരാ ഭൗമ ദുശ്ചേഷ്ടിതാനി. ഇനി മദ്ര രാജാവിൻ്റെ മകളായിട്ടുള്ള ലക്ഷ്മണയെയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നിബന്ധന വെച്ചത്, വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന മത്സ്യത്തെ എയ്ത് വീഴ്ത്തിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാണ് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നാണ് അവിടെ മദ്രരാജന്റെ കൽപ്പന അല്ലെങ്കിൽ നിബന്ധന. എന്നാൽ ഈ ഒരു പരീക്ഷയിൽ അർജുനനും മറ്റുള്ള രാജാക്കന്മാരും ആ കാലഘട്ടത്തിലെ മറ്റ് രാജാക്കന്മാരൊക്കെ തോറ്റു പിൻവാങ്ങിയിരുന്നു. അതാണ് പറയുന്നത്, പാർത്ഥാദ്യൈഹി അപി പാർത്ഥൻ തുടങ്ങിയ അർജുനൻ തുടങ്ങിയ മഹാരഥന്മാർക്ക് പോലും അകൃതം ചെയ്യാൻ സാധിക്കാത്ത ലവനം, ആ ലക്ഷ്യം എയ്തു കൊള്ളിക്കാൻ സാധിക്കാത്ത തോയമാത്ര അഭിലക്ഷ്യം, തോയം വെള്ളം, ആ വെള്ളത്തിൽ നോക്കിയിട്ട് മുകളിലിരിക്കുന്ന ആ മത്സ്യത്തിൻ്റെ രൂപത്തിലുള്ള, അതാണ് ശഭരം എന്ന് വെച്ചാൽ മത്സ്യം, ആ മത്സ്യരൂപത്തിലുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തെ ഛിത്വാ അതിനെ എയ്തു മുറിക്കണം. അങ്ങനെ വെള്ളം നോക്കിയിട്ട്, വെള്ളത്തിലുള്ള പ്രതിബിംബം നോക്കിയിട്ട് ആ മത്സ്യരൂപമായ ലക്ഷ്യത്തെ എയ്തു മുറിക്കണം എന്ന ആ ഒരു പരീക്ഷയിൽ അർജുനൻ തുടങ്ങിയ മഹാരഥന്മാരൊക്കെ തോറ്റു പിന്മാറിയപ്പോൾ അങ്ങ് അതിൽ ജയിച്ചിട്ട് മദ്രരാജന്റെ മകളായ ലക്ഷ്മണയെ അവൃഥാഹ അങ്ങ് സ്വീകരിച്ചു. ഏവം ഇപ്രകാരം തവ വല്ലഭാഹ അങ്ങയ്ക്ക് പത്നിമാരായിട്ട് അഷ്ടൗ സമഭവൻ 8 പേർ അങ്ങയ്ക്ക് പത്നിമാരായിട്ട് വന്നു. ആദ്യം രുക്മിണിയെ കല്യാണം കഴിച്ചു, പിന്നീട് ജാംബവതി, സത്യഭാമ, ഈ ദശകത്തിൽ നമ്മൾ കണ്ടു കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ഇപ്പോൾ ലക്ഷ്മണ. ഇങ്ങനെ 8 പേർ ഭഗവാന്റെ പത്നിമാരായിട്ട് തീർന്നു. ഇങ്ങനെ ഇവരെയൊക്കെ ദ്വാരകയിൽ വെച്ച് യഥാവിധി വിവാഹം ചെയ്ത് അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തത്ര മധ്യേ അതിനിടയ്ക്ക് ഒരു കാലത്ത് ഒരു ദിവസം സുരപതി ദേവന്മാരുടെ പതിയായിട്ടുള്ള ദേവേന്ദ്രൻ സുരപതി ഗിര, ആ ദേവേന്ദ്രൻ പറഞ്ഞതനുസരിച്ചിട്ട് ദേവേന്ദ്രൻ പറയാൻ വന്നത് ഭൗമൻ എന്നാൽ
ഭൂമിയുടെ പുത്രനായിട്ടുള്ള നരകാസുരൻ, ഭൂമിദേവിയെ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ രക്ഷിച്ച കഥ നമ്മൾ വരാഹാവതാരത്തിൽ കണ്ടിരുന്നു. അങ്ങനെ ആ വരാഹമൂർത്തിക്ക് ഭൂമിദേവിയിൽ ജനിച്ച മകനാണത്രേ നരകാസുരൻ. ആ നരകാസുരൻ ദേവലോകത്തുള്ള സുമേരു നിൽക്കുന്ന ആ ഒരു സ്ഥാനത്തെയും ദേവമാതാവായിട്ടുള്ള അദിതിയുടെ കുണ്ടലങ്ങളും അതുപോലെ വരുണന്റെ വളരെ മനോഹരമായിട്ടുള്ള ഛത്രം, കുട ഇവയൊക്കെ അപഹരിച്ചു കൊണ്ടുപോയി. അതിനാൽ ദുഃഖിതനായ ഇന്ദ്രൻ ആ ഭൗമന്റെ, അതായത് നരകാസുരന്റെ ദുശ്ചേഷ്ടിതാനി, അവൻ ചെയ്ത ഈ ഒരു ദുഷ്ടതകളൊക്കെ ത്വം ശുശ്രോധ, അങ്ങയെ വന്ന് കേൾപ്പിച്ചു. അപ്പൊ ഇവിടെ ഒരു സുന്ദരിയെ കൂടെ കല്യാണം കഴിച്ചതായിട്ട് പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു പരീക്ഷ, അതായത് വിവാഹത്തിനുള്ള പരീക്ഷ, അത് പ്രതിബിംബത്തെ നോക്കിയിട്ട് അതിൻ്റെ ലക്ഷ്യം ഭേദിക്കുക എന്നതായിരുന്നു. അതിൽ പാർത്ഥാദികളായിട്ടുള്ള മഹാരഥന്മാർ പോലും തോറ്റെടുത്ത് ഭഗവാൻ ജയിച്ചിട്ട് അങ്ങനെ മദ്രരാജന്റെ മകളായ ലക്ഷ്മണയെ ഭഗവാൻ വിവാഹം ചെയ്തു, സ്വീകരിച്ചു. ഇവരെയൊക്കെ തന്നെ അങ്ങനെ 8 പേരെ ഭഗവാൻ ദ്വാരകയിൽ വെച്ച് പിന്നീടുണ്ടായ രുക്മിണിയെയൊക്കെ ആദ്യം കല്യാണം കഴിച്ചിരുന്നു. അതിനുശേഷം കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ ഇവരെയൊക്കെ തന്നെ യഥാവിധി ദ്വാരകയിൽ വെച്ച് ഭഗവാൻ വിവാഹ ഉത്സവം നടത്തിയിട്ട് തന്നെ അങ്ങനെ വിവാഹം ചെയ്ത് അങ്ങനെ 8 ഭാര്യമാരൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കെയാണ് ദേവേന്ദ്രൻ വന്നിട്ട് ഭൂമിയുടെ പുത്രനായിട്ടുള്ള വരാഹമൂർത്തിക്ക് ഭൂമിദേവിയിൽ ജനിച്ച നരകാസുരന്റെ ആ ദുഷ്ടതകളൊക്കെ ഭഗവാനെ വന്നറിയിച്ചിട്ട് തന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ ദേവന്മാരെയും മറ്റുള്ള നരകാസുരന്റെ ദുഷ്ടതകൾ കാരണം വിഷമിക്കുന്നവരെയൊക്കെ ഒന്ന് രക്ഷിക്കണമെന്ന് വന്ന് പറയുകയും ചെയ്തു. ശ്ലോകം 5. പാർത്ഥാദ്യൈപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാ ശഭരമവൃഥ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതിഗിര ഭൗമദുശ്ചേഷ്ടിതാനി. ഹരിശരണം. എല്ലാ നാരായണീയ ഉപാസകർക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പനെയും ഭട്ടതിരിപ്പാടിനെയും വേദവ്യാസ മഹർഷി നമസ്കരിക്കുന്നു. എല്ലാ മഹത്തുക്കളെയും ഗുരുക്കന്മാരെയും പൂർവികരെയും സ്മരിക്കുന്നു. കുടുംബദേവത, പരദേവത, ഗ്രാമദേവത അവരെയൊക്കെ ഓർക്കണം. ഭഗവത്ലീലകളെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദശകം 81, ശ്ലോകം 5 ആണ്. ഭഗവാന്റെ ഓരോരോ വിവാഹങ്ങളും ഗൃഹസ്ഥാശ്രമത്തിൻ്റെ സവിശേഷതകളും നമ്മൾ കാണുന്നുണ്ട്. 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മദ്ര രാജാവിൻ്റെ മകളായ ലക്ഷ്മണയുടെ കാര്യമാണ്. ലക്ഷ്മണയുടെ സ്വയംവരം നിശ്ചയിച്ചു. വളരെയധികം ബുദ്ധിമുട്ടുള്ളതായ അത്യന്തം ക്ലിഷ്ടമായിട്ടുള്ളതായ ഒരു മത്സരമാണ് രാജാവ് ഏർപ്പെടുത്തിയത്. അതായത് ജലത്തിൽ നിഴലിച്ചു കാണുന്നതായ ഒരു മീനിൻ്റെ രൂപം നോക്കിക്കൊണ്ട് അതിനാധാരമായിരിക്കുന്ന ലക്ഷ്യത്തെ അമ്പ ചെയ്ത് മുറിക്കണം. നല്ല ബുദ്ധിമുട്ടാണ്, നല്ല വിഷമുള്ളതാണ്. ഇവിടെ പറയുന്നത് പാർത്ഥാദ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വീരാഗ്രേസന്മാരായിട്ടുള്ളതായ നല്ല കഴിവുള്ളവരായ ഭീമ, ദുര്യോധന, മാഗധാദികൾ എന്ന് വെച്ചാൽ എല്ലാ രാജാക്കന്മാരും, വളരെയധികം രാജാക്കന്മാർ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തു, പരാജയപ്പെട്ടു. അവർക്കത് ചെയ്യാൻ സാധിച്ചില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ളതായ വിഷമം പിടിച്ചതായൊരു മത്സരമായിരുന്നു അത്. ഭഗവാൻ വളരെ എളുപ്പത്തിൽ തന്നെ എന്ന് പറയാം ആ ഒരു മത്സരത്തിൽ ജയിച്ചു.
ആ ലക്ഷ്യം ഭേദിച്ചു. അങ്ങനെ ലക്ഷ്മണനെ വിവാഹം ചെയ്തു. ലക്ഷ്മിയുടെ എല്ലാ ലക്ഷണവും ഒത്ത കന്യകയുടെ പേരാണ് ലക്ഷ്മണ. എല്ലാ തരത്തിലുള്ളതായ ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു കന്യക എന്നും കൂടി അതിനർത്ഥം പറയാം. ഏതായാലും ആ വിവാഹം വളരെ ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ദേ ഭഗവാൻ എത്ര ഭാര്യമാരായി? 8 ഭാര്യമാരായി. പ്രധാനപ്പെട്ടതായിട്ടുള്ളത് രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ. അവർക്കൊക്കെ പ്രത്യേകം കൊട്ടാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവരോട് ചേർന്ന് അങ്ങനെ സുഖമായിട്ട് രോഗം കഴിച്ചു കൂട്ടുകയാണ്. കാരണം ദാമ്പത്യം വളരെ മനോഹരമായിട്ട് കൊണ്ടാടിയ അവതാരമാണ് കൃഷ്ണാവതാരം. ഒരു തരത്തിലുള്ളതായ അലോസരങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരെയും തുല്യമായിട്ട് തന്നെയാണ് അദ്ദേഹം സമീപിച്ചിട്ടുള്ളതും എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളതും. എല്ലാവരുടെ അടുത്തും ഒരേ സമയത്ത് അദ്ദേഹം ഉണ്ടാവാറുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദാമ്പത്യം മാതൃകാപരമായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ലക്ഷ്മണനെ വിവാഹം ചെയ്ത ശേഷം അഷ്ടപത്നിമാരുമായിട്ട് സുഖമായി കഴിച്ചു കൂടുന്ന സമയത്താണ് ഇന്ദ്രൻ ഭഗവാനെ കാണാൻ വരുന്ന കഥ പറയുന്നുണ്ട്. വിഷ്ണു പുരാണത്തിലൊക്കെ ഉണ്ടത്. എന്നിട്ട് പറയുന്നുണ്ട് അവിടെ നരകാസുരൻ, അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് കാമരൂപ്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ പേരാണ് പ്രാഗ് ജ്യോതിഷപുരം. ആ നരകാസുരൻ ഭൂമിയുടെ മകനാണ്. നമ്മുടെയൊക്കെ കഥയാണ് പറയണതെന്ന് വിചാരിച്ചോളൂ. ആ നരകാസുരൻ്റെ ആ ദുശ്ചേഷിതങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഉപദ്രവം കൊണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ദേവലോകത്ത് പോലും അതിഥിയുടെ കുണ്ടലം നഷ്ടപ്പെട്ടു, വരുണദേവൻ്റെ വെൺകൊറ്റക്കുട നഷ്ടപ്പെട്ടു, അങ്ങനെ പലതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സാക്ഷാൽ നാരായണൻ്റെ അവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് വന്നിട്ടാണ് ഇന്ദ്രൻ തൻ്റെ ആവലാതിയും വിഷമങ്ങളൊക്കെ പറഞ്ഞ് അത് മുഴുവൻ കേട്ടു ഭഗവാൻ. കേൾക്കൽ മാത്രമല്ല, അതിനുള്ള പ്രതിവിധി അദ്ദേഹം മനസ്സിൽ കാണുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. ഇവിടെ നരകാസുരൻ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ മകനാണ്. വരാഹാവതാര സമയത്ത് ഭൂമിക്കുണ്ടായതാണെന്നാണ് പറയുക. അപ്പോൾ നമ്മളൊക്കെ ഭൂമിയുടെ മക്കളാണ് താനും. അപ്പോൾ ഈ നരകാസുരൻ എന്നുള്ളതായ ആ സംജ്ഞ ഉപയോഗിക്കുമ്പോൾ നമ്മളൊക്കെ അതിൽ പെടും. കാമരൂപ എന്ന് പറയുന്നതായ കാമങ്ങളുടെ പിന്നാലെ പോകുന്ന മനസ്സും ആണ് സാധാരണ മനുഷ്യരുടെയൊക്കെ. പക്ഷെ അതേസമയം പ്രാഗ് ജ്യോതിഷപുരമാണ് നമ്മളൊക്കെ. നമ്മൾ ശുദ്ധാത്മാക്കളാണ് തുടക്കത്തിൽ. പിന്നെ നമ്മളിലെ കർമ്മവാസനകളും ദുർവാസനകളും ചേർന്നപ്പോഴാണ് നരകഭാവം അല്ലെങ്കിൽ ചീത്തഭാവം നമുക്കുണ്ടായത് എന്ന സൂചന ഇവിടെയുണ്ട്. അപ്പോൾ നരകാസുരം എന്ന് കേൾക്കുമ്പോൾ, കാമരൂപം എന്ന് കേൾക്കുമ്പോൾ, പ്രാഗ് ജ്യോതിഷപുരം എന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ടുള്ളതായ ചില വസ്തുതകളാണെന്ന് ഓർമ്മ വെച്ചുകൊണ്ട് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനുള്ളതായ ഒരവസരം കൂടിയാണിത്. അപ്പോൾ നരകാസുരൻ എന്ന് പറയുന്നതായ ആ ഒരു കഥാപാത്രം നമ്മളിലും ഒളിഞ്ഞു കിടക്കുന്ന ഒരു ആസുരിക ഭാവമാണെന്ന് ഓർമ്മ വയ്ക്കുക. ഇനി ഭഗവാൻ എന്താ ചെയ്യുക എന്നുള്ളത്, ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അത് നമുക്ക് കേൾക്കാം. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ മനുഷ്യകഥയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈശ്വര ലീലകളാണ് നമ്മൾ കേൾക്കുന്നതെന്ന് ഓർമ്മ വയ്ക്കുക. ഹരിശരണം.